പിണറായി കരുത്തനായ നേതാവാണ്. പിണറായിൻ്റെ കരുത്ത് തന്നെയാണ് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു സംശയം ആർക്കില്ല, എനിക്കും ആ കാര്യം സംശയമില്ല. പക്ഷേ ആ പിണറായി, കരുത്തനായ പിണറായി, എനിക്ക് പിണറായി ജില്ലാ സെക്രട്ടറി, ഞാൻ ഏരിയ സെക്രട്ടറിയാണേ, അത്രയും ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടല്ലോ. അങ്ങനെയുള്ള കരുത്തനായ സംഘടനാ തത്വങ്ങൾ കൃത്യം പാലിക്കുന്ന, അതിൻ്റെ ചിട്ടതകൾ പാലിക്കുന്ന സഖാവ് പിണറായി എങ്ങനെയാണ് ഇതിന് കൂട്ടുക എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ പോകാൻ ഇടയായിട്ടുള്ളൊരു കാരണം എന്താ, പിണറായിയെ പോലെ കരുത്തനായ ഒരു നേതാവ് ഈ നീതികേടിന് എങ്ങനെ കൂട്ടുന്നു, എന്തിന് കൂട്ടുന്നു എന്ന ചോദ്യത്തിന് ഇപ്പോഴും എനിക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലെ മറ്റ് നേതാക്കളുടെ ഒക്കെ നിലപാട് എന്താണ്? മാഷെടുക്കുന്ന പോലെ നിലപാടെടുക്കുന്ന ആളുകൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റിലെയും പല സഖാക്കളും ഇതിനോട് നിലപാട് സ്വീകരിച്ചവരാണ്, എതിർ നിലപാട് സ്വീകരിച്ചവരാണ്. അല്ലല്ലോ, 2-3 ആൾ മാത്രം, 2-3 ആൾ മാത്രമാണ് ഇതിനെ അനുകൂലിച്ചുള്ള, മറ്റെല്ലാവരും എതിർക്കുക. പക്ഷെ അവരാരും എന്നെപ്പോലത്തെ നിലപാടിലേക്ക് വന്നിട്ടില്ല, വരണമെന്ന് ഞാൻ പറയുകയും ചെയ്യില്ല. ഞാൻ ഇതിന് എതിർക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇത്രയും ഫൈറ്റ് പലയിടത്തും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരിക്കലും മാഷ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, മാഷേ നിങ്ങൾ പ്രസംഗം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ഈ ക്ലാസ് ജനങ്ങളോട് എടുക്കണം, നിങ്ങളത് ക്ലാസ് പാർട്ടിയിലെടുത്തോ. ജനങ്ങളുടെ പ്രസംഗത്തിന് എന്തുകൊണ്ട് ആരും നിങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങളുണ്ട്, ജനങ്ങൾ കൺഫ്യൂഷനാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജനങ്ങൾക്കുള്ള കൺഫ്യൂഷൻ തീർക്കലാണ് നമ്മളെ പ്രസംഗം. അതാനുഭവിക്കേണ്ടത്. പക്ഷേ ഞാനല്ല ഇവരെല്ലാം എന്നെ ഇത് പഠിപ്പിക്കണം, താത്വികമായി പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ താത്വികമായി പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു താത്വികമായി പഠിപ്പിക്കൽ പാർട്ടിയിൽ പഠിപ്പിക്കുക, ജനങ്ങളെ താത്വിക, ജനങ്ങൾക്കുള്ള സംശയം തീർത്തു വരാൻ. ഞാൻ ഭാഷമായി തർക്കായി അല്ല, ഞാൻ പറഞ്ഞ ഞാൻ നിൽക്കുന്നു, നിങ്ങളെ കേൾക്കുന്നു. അങ്ങനെയുള്ള ചില തർക്കങ്ങളുണ്ടായിട്ടുണ്ട്, ഞാൻ എതിർക്കലുണ്ട്. എനിക്ക് വേണ്ടി വന്നാൽ ഞാൻ മത്സരിക്കും. ഇപ്പോൾ തീരുമാനം മത്സരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചത്. ഇപ്പം നമ്മൾ ഒരാളുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല. പക്ഷെ ഞാൻ മത്സരിക്കും. എന്നോട് ചില സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, പാർട്ടി സഖാക്കൾ ചോദിച്ചിട്ടുണ്ട്, പാർട്ടിക്ക് വെളിയിലാണ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ഇതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ വിയോജിപ്പിൽ ഞാനൊരു മൂലക്ക് കൂടിയ, ഞാൻ പിന്നെ എന്താ എല്ലാവരും പറയുന്നത് ഞങ്ങൾ അതിൽ പോയിട്ട് മുണ്ടാണ് മൂലക്കിരുന്നാൽ പോലെ ഇല്ല, അതുകൊണ്ട് കാര്യമില്ല. അതും ഞാൻ ശക്തിയായി പ്രതിഷേധിക്കും. പ്രതിഷേധം ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, ഏതറ്റം വരെ അത് മത്സരിക്കേണ്ടി വന്നാൽ മത്സരിക്കും. അതിലൊരു കാര്യമുള്ളത്, ഞാൻ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ UDF എന്നെ പിന്തുണക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ UDFൻ്റെ പിന്തുണയും ഞാൻ സ്വീകരിക്കും. വേറെ ഏതെങ്കിലും ആളുകൾ പിന്തുണക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഏതെങ്കിലും ഗ്രൂപ്പോ വിഭാഗമോ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും. വർഗീയ ശക്തികളുടെ പിന്തുണ ഞാൻ സ്വീകരിക്കും. പ്രശ്നം മാഷ് പറയുന്നത് ഇപ്പം പാർട്ടിക്കെതിരെയാണോ മാഷിന്റെ പ്രശ്നം, അതോ പാർട്ടിയിലെ ചിലർക്കെതിരെയാണോ? ഇനിയിപ്പം മാഷ് UDFന്റെ പിന്തുണ നേടി മത്സരിക്കുകയാണെങ്കിൽ ഇത്ര നാളും മാഷ് പറഞ്ഞതിനൊക്കെ വിരുദ്ധായിരിക്കില്ലേ? തീർച്ചയായിട്ടും. അതായത് UDFന്റെ പിന്തുണ തേടുകയല്ല, എൻ്റെ ഈ നിലപാടിനോട് UDF യോജിക്കാമെങ്കിൽ അവരൊക്കെ പിന്തുണ തരികയാണ്. എനിക്ക് UDF അല്ല, CPMൽ കുറേ ആളുകളുണ്ട് മാഷ് ഉയർത്തിപ്പിടിക്കുന്ന ഈ നിലപാട് ശരിയാണ് എന്ന് പറഞ്ഞ് CPM എന്ന ആളുകൾ പിന്തുണച്ചാൽ ആ പിന്തുണയും ഞാൻ സ്വീകരിക്കും. ഒരു കാര്യം സ്വീകരിക്കാതിരിക്കും. അതിലുള്ള വർഗീയ ശക്തികൾ അവർ പിന്തുണയായിട്ട് വന്നില്ല, പക്ഷേ അവരിലെ ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ പിന്തുണയായിട്ട് വന്നാൽ ആ പിന്തുണ ചെയ്യുക. അപ്പോൾ ആർക്കും എന്നെ പിന്തുണക്കാം, ഇതിനോട് വിയോജിപ്പുള്ള ആർക്കും പിന്തുണക്കാം. ആ പിന്തുണ സ്വീകരിക്കും. ഇല്ല, BJPയുടെ പിന്തുണ അങ്ങനെ സ്വീകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞു, വർഗീയ ശക്തികളുമായിട്ടുള്ള പിന്തുണ സാജിന്റെ മരണത്തിന് പിന്നാലെ ഈ PK ശ്യാമളയ്ക്കെതിരെ ഉചിതമായി അന്വേഷിച്ച് നടപടിയെടുക്കാമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണോ മാഷും P ജയരാജനും ഒക്കെ ഈ നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായത്? അതൊരു കാരണമാണ്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് PP അതിൽ പ്രതിയാകുകയും അവർക്ക് പാർട്ടി നടപടിയെടുക്കുകയും അവരെ ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനത്ത് മാറ്റുകയും ചെയ്തു. സമാനമായി അവിടെ ആന്തൂരിൽ സാധ്യത മരണം ഉണ്ടാകുന്നു. അതിൽ മറ്റൊരു നയം പാർട്ടിക്ക് ഇരട്ടത്താപ്പാണോ സ്വീകരിച്ചത്? തീർച്ചയായിട്ടും ആ നയം രണ്ടും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇരട്ടത്താപ്പ് കാണാൻ വേണ്ടി കഴിയും. കാരണം എന്താ, ഈ സാജൻ ആത്മഹത്യ, സാജൻ എന്ന് പറഞ്ഞൊരു വിദേശ വ്യവസായിയാണല്ലോ, കഷ്ടപ്പെട്ട് കാര്യം പോയി നമുക്കെല്ലാം വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ് സാജൻ.
ആരെങ്കിലും സാജനെ ബന്ധപ്പെടുന്നവരല്ല, നല്ല വ്യക്തിബന്ധം വെക്കാൻ പറ്റുന്നൊരു കൂട്ടത്തിൻ്റെ ഒരാളാണ് സാജൻ. അപ്പോൾ ആ സാജൻ്റെ മരണം വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു നിമിത്തമായി പറയുന്നത് ഈ മുനിസിപ്പാലിറ്റി നമ്പർ കൊടുക്കാത്തതാണ്. നമ്പർ കൊടുക്കാത്തതിനെക്കുറിച്ച് തന്നെ നമ്പർ കൊടുക്കാത്തതിനായാലും നമ്പർ കൊടുക്കാതെ പ്രശ്നങ്ങളുണ്ടാവും. ഇല്ല, നമ്പർ കൊടുക്കാൻ പറ്റില്ല, മുനിസിപ്പൽ ചെയർമാൻ വിചാരിച്ചാൽ നമ്പർ കൊടുക്കാൻ കഴിയില്ല. പക്ഷേ മുനിസിപ്പൽ ചെയർമാൻ കാര്യം ചെയ്യണം, എന്താണ് ആ നമ്പർ കൊടുക്കാതിരിക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്താണ്, എങ്ങനെയാണ് അത് റെക്ടിഫൈ ചെയ്യുക എന്ന് ഈ സാജനെ വിളിച്ച് പറയണം. സാജ ഇന്ന് പോരായ്മ ഇതിനുണ്ട്, അത് റെക്ടിഫൈ എങ്ങനെ ഇന്നതൊക്കെ ചെയ്യാം. അവരെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പറയണം, ഇത് റെക്ടിഫൈ ചെയ്യണം. നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടല്ലോ പല കെട്ടിടങ്ങളും, അങ്ങനെ റെക്ടിഫൈ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യണമെന്ന് സാധനം കൊണ്ട് ചെയ്യിക്കല്ലേ വേണ്ടത്. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് കയറില്ല എന്നുള്ള ധിക്കാരം പറയില്ല. അതിലല്ലേ സാധനം ഇനി ഇതൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ള എത്തിയത്. പക്ഷേ അതിനകത്തെ ഈ സാജന്റെ മരണത്തിന് പിന്നാലെ തന്നെ നഗരസഭ ഓഫീസിലെ ചില രേഖകളൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി പറഞ്ഞിരുന്നു. സ്വാഭാവികമായും വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ഔദ്യോഗിക രേഖകളൊക്കെ ഈ PK ശ്യാമളയുടെ നേതൃത്വത്തിലാണ് നശിപ്പിക്കപ്പെട്ടത്. അത് അങ്ങനെ ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അത് PK ശ്യാമള ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചെയർപേഴ്സണെ രക്ഷിക്കാൻ ഏതൊക്കെ ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും അവിടെ രേഖയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പോലീസ് പോകുമ്പോൾ രേഖയൊന്നും ഉണ്ടായിട്ടില്ല. അത് ശ്യാമളയുടെ അറിവോട് കൂടിയാണോ മറ്റാരുടെയും അറിവോട് കൂടിയാണോ എന്ന് എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം MP ഗോവിന്ദൻ സംരക്ഷണം, MP ഗോവിന്ദൻ മാഷ പാർട്ടി ലീഡറാണ്. ശ്യാമള പിന്നെ മുനിസിപ്പൽ ചെയർപേഴ്സണാണ്, മാഷയുടെ ഭാര്യയാണ്. സ്വാഭാവികമായിട്ടും ഒരു ആപത്ത് സമയത്ത് വന്നാൽ അയാളെ സഹായിക്കേണ്ടി വരുമല്ലോ. അതിലിപ്പോൾ ആരും കുറ്റം പറയാൻ പറ്റും എന്നൊന്നും ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നില്ല. കാരണം അതിൽ കുറേ കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ മത്സരിക്കുന്നതും കൂടെ പറയുന്നൊരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ആ അഭിപ്രായം പാർട്ടി ജില്ലയിൽ നേരിട്ട കഴിഞ്ഞ ദിവസം നേരിട്ട വലിയൊരു ആരോപണം ഈ പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, ഏരിയ കമ്മിറ്റി ഓഫീസർമാർ തട്ടിപ്പ്, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മിറ്റി ഫണ്ട് തട്ടിപ്പൊക്കെയാണ്. പാർട്ടിക്കകത്ത് നോക്കുമ്പോൾ ശ്രീ DK ഗോവിന്ദന്റെ ഒരു അഭിപ്രായമുണ്ട്, അത് പാർട്ടിയുടെ അഭിപ്രായം. പാർട്ടിക്ക് പുറത്തു വരുമ്പോൾ താങ്കളുടെ ബോധ്യം എന്താണ്? ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പൊക്കെ നടന്നിട്ടുണ്ട്. അതിന് എന്തായാലും ബോധ്യത്തിൻ്റെ പ്രശ്നം എന്താ കാര്യം എന്ന് വെച്ചാൽ ആ ഫണ്ട് മുഴുവൻ കൈകാര്യം ചെയ്ത് അവിടുത്തെ പാർട്ടി കമ്മിറ്റികളാണ്. അന്ന് ഈ മധുസൂദൻ സെക്രട്ടറിയാണ്. ആ കമ്മിറ്റികളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ കൈകാര്യം ചെയ്തതിൻ്റെ ഇടയിൽ പിന്നെ എന്താ പറയുക മറ്റേ കോവിഡൊക്കെ വന്നിട്ടുണ്ട്. അതിനൊക്കെ ചില ആർദാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില അവ്യക്തതയൊക്കെ ഉണ്ടായി എന്നുള്ള കുഞ്ഞികൃഷ്ണൻ വെക്കുന്ന കണക്ക് ഇന്ത്യയെല്ലാം വിളിച്ചത് കുറേ ഫണ്ട് മോഷ്ടിച്ചു എന്നാണ് കുഞ്ഞികൃഷ്ണൻ്റെ ആരോപണം. അത് അവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. അത് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ്. ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അത് ബഹുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, പാർട്ടി നേതാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിലെന്താ ആ പറയുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ബഹുജനങ്ങൾക്കും പാർട്ടിക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിനാ മധുസൂദനെ ഒരു വർഷം സെക്രട്ടേറിയറ്റിന് ഒഴിവാക്കി നിർത്തിന്? ഒരു പാർട്ടി നേതാവിനെ കണക്ക് അവതരിപ്പിക്കാൻ വൈകിയാൽ ആരെങ്കിലും നടപടികളുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു വർഷം കഴിയുന്ന 2 വർഷമായി പോയി. അന്ന് തരം താഴ്ത്തിയത് ഈ ക്രമക്കേട് കൊണ്ട് തന്നെയായിരുന്നു. കണക്ക് അല്ല, നിങ്ങൾ ഊഹിച്ചാൽ മതി. ഒരു കണക്ക് അവതരിപ്പിക്കുന്നതിന് കാലതാമസം വന്നുപോയി എന്നതുകൊണ്ട് ഇത്രയും വലിയൊരു നടപടി സ്വീകരിക്കുമോ? അപ്പോൾ ആ കണക്കിൽ അവ്യക്തി ഉണ്ട് എന്നുള്ളത് ഇല്ലല്ലേ? എങ്ങനെയല്ലേ കുഞ്ഞികൃഷ്ണയുടെ പിന്നെ ഏരിയ സെക്രട്ടറി എന്തിനാ ഒഴിവാക്കിനി? മറ്റു കാരണമല്ല, അവിടെ വലിയ വിഭാഗം അതപ്പോൾ ഇവനെയും കൂടി ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണൻ എന്താ അനുഭവം? അതെ, കുഞ്ഞികൃഷ്ണന്റെ വിഷയവും ഈ ഞാൻ പറഞ്ഞ വിഷയവും തമ്മിലൊരു ബന്ധമില്ല. കുഞ്ഞികൃഷ്ണന്റെ വിഷയം എന്താ? കുഞ്ഞികൃഷ്ണൻ ഫണ്ട് വെട്ടിപ്പും കാര്യമാണ് കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നത്. ആ ആരോപിക്കുന്നതിൽ കുഞ്ഞികൃഷ്ണന്റെ വിശ്വാസം എന്താ? ഇതിൽ വ്യക്തതയില്ല, ഇതിൽ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് കുഞ്ഞികൃഷ്ണന്റെ വിശ്വാസം. അതിലുള്ള തെളിവുകൾ കുഞ്ഞികൃഷ്ണൻ്റെ അടുത്തുണ്ട്. ഇതൊന്നും നമ്മളെടുത്ത് വെക്കേണ്ട കാര്യമല്ല, നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ DC ഓഫീസ് എടുത്തു, കോടിക്കണക്കിന് രൂപ വിലകയറ്റാണല്ലോ. ഞാനാണ് അതിൻ്റെ A to Z കാര്യങ്ങൾ അവസാനം എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും മെനക്കെട്ട് എന്നിട്ടാണ് നിങ്ങൾ നമ്മളെ DC ഓഫീസ് എടുത്തിന് ഒരാക്ഷേപമില്ലായിരിക്കും. ജനപക്ഷപാതത്തിന് പുറമെ അഴിമതി സംശയിക്കുന്നു പറയുന്നത് എന്താണ് കാര്യം പറയുമോ? ഏതേത് തളിപ്പറമ്പിലെ PK ശ്രീമതിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് സ്വജനപക്ഷപാതം, അത് ഭാര്യയാണ്. അതിൽ എന്താണ് താല്പര്യം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ എന്താ കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് മാഷ് ആരാണ്,
ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജനപിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ടോപ്പിലെ നേതാവാണ് ആര്? മാഷ്. അയാളെ ഭാര്യയ്ക്ക് MLA ആയിട്ടില്ലെന്താ? അയാളെ ഭാര്യ MLA ആയിട്ടില്ലെന്താ? അയാളല്ലേ ഈ പാർട്ടി ആകെ നയിക്കുന്നത്? ഗവൺമെൻറ് നയിക്കുന്ന അയാളല്ലേ? അയാളെ ഭാര്യ MLA ആയിട്ടില്ലെന്താ? പക്ഷേ ശ്യാമള ടീച്ചർക്കെതിരെയുള്ള എതിർപ്പ് എത്രമാത്രം ശക്തമാണ്. ആദ്യം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ആ പ്രചരണം അതെ, മനസ്സിലാക്കിയെടുത്തോളം അതിൽ ഞാൻ ഈ ചോദ്യം ഉണ്ടല്ലോ, എന്താണ് ഇയാൾ ഇത്രയും ഈ പാർട്ടിയിലെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ തന്നെ നയിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും നേതൃത്വത്തിലിരിക്കുന്ന ഗോവിന്ദ മാഷ് എന്തിനാണ് എൻ്റെ ഭാര്യ MLA ആയിട്ട് വേണമെന്ന് വാശി പിടിക്കുന്നത്? ഈ വിമർശനം വരുമ്പോൾ അയാൾ പറയണ്ടേ? മാറ്റി നിർത്തുന്നു പറയണ്ടേ? അല്ല, അതും കൂടെ ഒന്നും കൂടെ പറഞ്ഞ് കേട്ടോ നിങ്ങൾ. എനിക്കൊരു അനുഭവമുണ്ട്. സഖാവ് ചടയനുണ്ടായിരുന്നു ഞങ്ങൾ പാർട്ടി സെക്രട്ടറിയായിട്ട്. സഖാവ് ചടയൻ അവിടെ ബാങ്കിലെ നിയമനത്തിൽ സഖാവ് ചടയൻ്റെ മുന്നിൽ അപേക്ഷകനുണ്ടായി. ചർച്ച വന്നപ്പോൾ കാര്യമായി ചർച്ച നടന്നപ്പോൾ ചടയൻ ഇടപെട്ടു. ചടയൻ പറഞ്ഞു ഓന് കൊടുക്കണ്ട, എൻ്റെ മകന് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് വേറെ ആൾക്ക് കൊടുത്ത് പാരമ്പര്യമുള്ള പാർട്ടിയാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച വരുന്നുണ്ടെങ്കിൽ ഈ ഗോവിന്ദ മാഷ് പറയണ്ടേ, ശ്യാമളക്ക് കൊടുക്കണ്ട, എൻ്റെ ഭാര്യ കൊടുക്കണ്ട. കാരണം ഇയാളല്ലേ ഈ പാർട്ടിയാകെ നയിക്കുന്നത്. പിന്നെ ഇയാൾ ഇവരെ MLA ആയിട്ടില്ല. അപ്പോൾ എന്താ ഊഹിക്കുക? അതിലൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ